ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിൽ ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഷ്ടപ്പെട്ട് എറിഞ്ഞു പിടിച്ച പാക്കറ്റ് മറ്റൊന്നുമല്ല, വേറൊരു ടെമു ഹോൾ. ടെമു സോ അഡിക്റ്റിംഗ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പോയാൽ പിന്നെ ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. പലതിലും അവർ നമ്മൾ ട്രിക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന കൺട്രിയായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അത് തന്നെ ഒരു ട്രിക്കല്ലേ. പോരാത്തതിന് അതും ഇതുമൊക്കെ കച്ചറ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ഇതുമായിട്ടൊരു അഡിക്റ്റ് ആക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ ഷോപ്പിംഗ് സൈറ്റിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഓവർകോട്ടാണ് നമ്മുടെ ഇവിടെ യു കെയിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിമാർക്കാണ്. പ്രിമാർക്ക് എന്ന് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം. അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്വെറ്റ് ഷർട്ടിന് നമുക്കൊരു 12 പൗണ്ട്സ് അതിന് എബോവ് ആണ് നമുക്ക് കിട്ടുക. അത് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. പക്ഷേ അത് അത്യാവശ്യം കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി പ്രിമാർക്കിൽ നിന്ന് വാങ്ങിയത്. അതിന് 20 പൗണ്ടായിരുന്നു കേട്ടോ, ഫുൾ ബ്ലാക്ക് കളർ. പക്ഷേ ഈ കാണുന്ന സ്വെറ്റ് ഷർട്ടിന്, അതായത് ഓവർകോട്ടോ സ്വെറ്റ് ഷർട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന് വിളിക്കാം, അതിന് 7 പൗണ്ട്സാണ് ഞാൻ കൊടുത്തത്. അപ്പം നമ്മുടെ ഡിഫറൻസ് നോക്കൂ, ഒരു മേ ബി ലൈക്ക് 1/3 പ്രൈസ് ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ സൂര്യപ്രകാശം ഏക്കാത്ത ഇതുപോലത്തുള്ള രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. അതായത് തണുപ്പിനെ തടുക്കാനുള്ള സാധനങ്ങൾ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറിലേക്കുള്ള ഡ്രസ്സുകൾ വാങ്ങുന്ന ഒരു പരിധി വരെ വേസ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സമ്മർ ഡേയിലാണെങ്കിൽ കൂടി ഈവനിങ് ആകുമ്പോഴേക്കും അത്യാവശ്യം തണുപ്പായി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓൾ ദ ഇയർ, റൗണ്ട് ദ ഇയർ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പോക്കറ്റിൽ കൈയിടാൻ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ പോക്കറ്റ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചേക്കണത് ഈ ബാഗാണ്. ബാഗിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 1 പൗണ്ട്സ് സംതിങ് ആയിട്ടുള്ളൂ, അതായത് 2 പൗണ്ട്സിൻ്റെ താഴെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു എന്താ പറയുക, ഒരു ബീച്ച് മോഡലൊക്കെ ഒരു ബാഗാണ്. പക്ഷേ അതിൻ്റെ ചെയിന് ബീച്ച് മോഡലല്ല, ബീച്ച് മോഡലുമായിട്ട് യോജിക്കാത്തൊരു ചെയിന്, ഒരു ഗോൾഡൻ കളർ ചെയിനാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ പിക്ക് കണ്ടപ്പോൾ കുറച്ചും കൂടെ ഒരു പാർട്ടി വെയർ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബീച്ച് മോഡൽ പാർട്ടി വെയറുടെ മിക്സപ്പ് ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വില വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് മാത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന രഹസ്യം ഭയങ്കര രഹസ്യം കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഈ ഇടയ്ക്ക് തന്നെ ഞാനൊരു ടെമു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വാങ്ങിച്ച സാധനങ്ങൾ റിട്ടേൺ ചെയ്തപ്പോൾ അവർക്ക് സാധനം വേണ്ട, പൈസ തന്നേക്കാമെന്ന് പറഞ്ഞ് തന്നു. ആ പൈസയും കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണിത്. നിങ്ങളാരും അനുകരിക്കാൻ നിൽക്കരുത്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അതും ഒരു ട്രിക്കാണോ എന്ന് എനിക്ക് തോന്നി. കാരണം അവർ പൈസ നമുക്ക് തിരിച്ചു തരുന്നു, വീണ്ടും അവരുടെ സൈറ്റിൽ തന്നെ വാങ്ങിപ്പിക്കുന്നു. ഇത് ഇൻസൈഡ് ഇടാനായിട്ടുള്ള ടോപ്പെന്നോ അല്ലെങ്കിൽ ഇന്നർ വെയറെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രോഡ് നെക്കായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ വീനെക്കായിട്ടുള്ള ടോപ്സ് ഒക്കെ ഇടുമ്പോൾ അകത്ത് ആ ഒരു നെറ്റിൻ്റെ പോർഷൻ വന്ന് കവറായി പോയിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടുത്തെ മിക്ക ഡ്രസ്സുകൾക്കും, അതായത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഉടുപ്പുകൾക്കൊക്കെ ഇവർ ഡ്രസ്സ് എന്നാണ് പറയുക, എല്ലാത്തിനും ഡ്രസ്സ് എന്നല്ല പറയുക. അപ്പോൾ ഉടുപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് മിക്കവാറും തന്നെ വീനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പോർഷൻ അങ്ങോട്ട് കവർ ചെയ്ത് പൊക്കോളൂ ഇങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജിം വെയർ പോലത്തെ ഒരു സാധനമാണ്. ജിമ്മിൽ പോകാത്ത ഞാൻ എന്തിനാണ് ജിം വെയർ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ജിമ്മിൽ പോകാനുള്ള പ്ലാനൊക്കെ തുടങ്ങിയാലോ എന്നുള്ള മൈൻഡിലൊരു പ്ലാനുണ്ട്. പക്ഷേ ഇത്ര മടിച്ചായിട്ടുള്ള ഞാൻ എന്നും ജിമ്മിൽ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ജിം വെയർ വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് കരുതി. ഞാൻ സാധാരണ ഇവിടെ സ്മോൾ സൈസ് സാധനങ്ങളാട്ടോ വാങ്ങിക്കാറ്. ഇത് ആക്ച്വലി ഞാൻ മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊരല്പം വലുതായി പോയോ എന്നൊരു സംശയമുണ്ട്. വേറൊരു കഥ കൂടി കേട്ടുട്ടോ. ചൈനയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ടെമുവിൻ്റെ ഓണറാണ്. എങ്ങനെ ആവാതിരിക്കൂലേ. പിന്നെ ടോപ്പിൻ്റെ പുറകിലായിട്ടത് ഒരു ക്യൂട്ട് ലിറ്റിൽ ഹോളൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ഈ ടെമുന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ക്വാളിറ്റി വെച്ചൊരു വീഡിയോ കൂടി ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്കിതിപ്പോൾ എങ്ങനെയായിരിക്കും, എങ്ങനെയായി തീരും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വെച്ച് നമുക്കൊരു വീഡിയോ സൂൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ 1 പൗണ്ട് കുറവാണ്, വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. എസ്പെഷ്യലി ഓർണമെൻറ്റ്സ്, ഗോൾഡൻ കളറുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ, അതിൻ്റെയൊക്കെ കളറ് പെട്ടെന്ന് തന്നെ പോട്ടെ. പക്ഷേ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. നമ്മൾ എന്നും ഡെയിലി യൂസിനൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം ഇടാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് വലിയൊരു ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ട്, വലിയൊരു ഷോപ്പിൽ നിന്നല്ല, നമ്മുടെ നോർമലായിട്ടുള്ള ഏതൊരു ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും അത് 1 പൗണ്ടോ അല്ലെങ്കിൽ 2 പൗണ്ടിൻ്റെ മേളിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ചെയിൻസൊക്കെ കിട്ടുള്ളൂ. അപ്പം വളരെ നോർമലായിട്ടെന്നല്ല, വളരെ റെയറായിട്ടുള്ള ഒക്കേഷനുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും പ്രത്യേകിച്ച് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ബ്രാൻഡ് നെയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അതായത് 0.01 പൗണ്ട്സിന് അവരെനിക്ക് തന്നതാണ് ടെമുക്കാർ. എന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉപഭോക്താവ് ആയതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നതാണ്. 5-6 എണ്ണം ഉണ്ട് 0.01 പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ 10 രൂപയായിട്ട് വരും കേട്ടോ.
കാര്യം എന്നെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലും ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും സാധനങ്ങൾ തന്നതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം ഒരിക്കലും എനിക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടെമുന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഐ ആം സോ ഹാപ്പി. അപ്പോൾ ബൈ ബൈ.